പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവിന് മാലാഖ പരിശുദ്ധ മറിയത്തോട് വിളിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വരയുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെയും തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനെ അകതാരിയുടവിന്റെ അനിനീരു തൂയി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ ഭവനത്തിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും, വളരെ പ്രത്യേകമായും നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട ഗിൽമോനെയും എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രങ്ങളെയും അവിടുത്തെ അനുഗ്രഹത്തിനും അവിടുത്തെ കൃപയ്ക്കുമായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിവിടെ ഒന്നിച്ചു കൂടുമ്പോൾ ഇതുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകമായും പരിശുദ്ധമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രിയപ്പെട്ട ഈ മകനെ വിളിച്ചു ചേർക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം, അവിടുത്തെ കൃപ, സമാധാനം, സന്തോഷം എല്ലാം ഈ മകനും പിന്നെ പങ്കാളിയായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന മകൾക്കും അങ്ങ് നൽകണമേ. എല്ലാ കാര്യങ്ങളും അങ്ങ് ശുഭമാക്കി തീർക്കണമേ, അനുഗ്രഹമായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും പ്രത്യാശ സ്നേഹവും പ്രിയപ്പെട്ട ഈ മകനിലും ആരംഭിക്കുന്ന കുടുംബത്തിലും ഇപ്പൊ നമ്മളിൽ എല്ലാവരും ലോകം മുഴുവൻ ഉണ്ടാകണമേ എന്നാഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ തട്ടിപ്പെടുവായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും 12-ാമത്തെ അധ്യായത്തിലെ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. വ്യക്തിബന്ധങ്ങളെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളെ സന്തോഷപ്രദമാക്കുവാൻ, നന്മ നിറഞ്ഞതാക്കുവാൻ, സൗഹൃദം നിറഞ്ഞതാക്കുവാൻ, കൃപ നിറഞ്ഞതാക്കുവാൻ ആവശ്യമായ ചില കാര്യങ്ങളാണ് പൗലോസ് ഈ
ലേഖന ഭാഗത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അഖില് ഇപ്പോൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട ചില വചനങ്ങൾ മാതാപിതാക്കളും അതുപോലെ തന്നെ ഓർക്കുക. നമുക്ക് ഈ വചനങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങും. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എന്നാൽ എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. സ്നേഹപിതാവായ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ മകനെയും ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വചനത്തിലൂടെ അങ്ങ് തന്ന ഈ നല്ല പാഠങ്ങളും നല്ല നിർദ്ദേശങ്ങളും പരമാവധി വിശ്വസ്തയോടെ പാലിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാര് നാളെ മുതൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ, കുടുംബ അംഗങ്ങൾ തമ്മിൽ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന് അവരുടേതായ ആ തനതായ ജീവിതത്തിലൂടെ വളർന്നു വന്ന് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ആ ബന്ധം മരണം വരെ നിലനിൽക്കുന്ന ആ ബന്ധത്തിൻ്റെ ഉടമകളായി തീരുമ്പോൾ നല്ലതമ്പുരാനെ ആ ബന്ധത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുവാനും ആത്മാർത്ഥമായി പരസ്പരം സഹായത്തിനും സ്നേഹത്തിനും സഹോദരത്തിനും കൂട്ടായ്മയിലും എല്ലാം ഒന്നു ചേർന്ന് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും സന്തോഷത്തിലും സമാധാനത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ഏത് സാഹചര്യത്തിലും ഈശോയെ വിശ്വാസം കൈവിടാതെ മുറുകെ പിടിച്ച് ആഴമായ ഒരു ജീവിതം നയിക്കുവാന് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ഏറ്റവും വിശ്വസ്തയോടുകൂടി പരസ്പരം മനസ്സിലാക്കിയും സ്നേഹിച്ചും വിട്ടുവീഴ്ച മനോഭാവത്തോടെയും ജീവിക്കുവാനുള്ള അനുഗ്രഹം ഈ മക്കൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് നാളെ പ്രവേശിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന മകനെയും മകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, നാളത്തെ എല്ലാ കർമ്മങ്ങളെയും അങ്ങേക്ക് തരികയാണ്. യാതൊരുവിധ കുറവുമില്ലാതെ ഓരോ നിമിഷവും ഏറ്റവും ഭംഗിയായിട്ട് എല്ലാം നടത്തുന്നതിന് വേണ്ടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ സഹനങ്ങളിലെല്ലാം തളർന്നു പോകാതെ ഓരോ നിമിഷവും അങ്ങയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ, വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനുള്ള
വലിയ കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പരിശുദ്ധ അമ്മയോട് വീണ്ടും വ്യാജിച്ചുകൊണ്ട് ഒരു പാട്ടുപാടി നമുക്ക് ഈ പ്രാർത്ഥനയിലൂടെ പൂർത്തിയാക്കാം. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനേ, നിത്യവും കാത്തിടാം കേൾപ്പേടും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു പരമവേദനി ഞങ്ങളെ കാത്തിടണേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണവും സഹായവും നാം എല്ലാവരോടും കൂടിയും നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളോടുകൂടിയും ഉണ്ടാകുമാറാകട്ടെ. ദൈവം അവരെ നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set the rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 get something from nothing.
start in your heart so slow. But if you don't wanna tell me now, I guess I'll never know. Here we go, turning all the wrongs into rights. Here we go, you can take me there tonight. Whoa, this life is all we know. Whoa, I can't stay if you can't let it go. I never really know what's going on, and even when you're next to me, I feel like you were gone. It's all the things you never show. They're all the things I want to know. Secrets start in your heart so slow. But if you don't wanna tell me now, I guess I'll never know. But if you don't wanna tell me now, I guess I'll never know. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing.
Life lessons come one in a dozen. The other 11 is something from nothing. Life changes just open the door. One thing's certain, I'll always be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure. You gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never look back once you felt that. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. മറിയമേ, നിനക്ക് സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയോട് ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ശിവനന്റെ സുവിശേഷം 2-ാം അധ്യായം 1-12 വാക്യങ്ങൾ. കാനായിൽ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പഞ്ചായരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്ന് 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് പറഞ്ഞു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ.
ശാന്തതയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബോധ്യത്തോടെ നമ്മൾ വിശുദ്ധ ബലിയിലാണ് സംബന്ധിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഒരുക്കമായിട്ടുള്ള വിവാഹ സമ്മത കൂതാശ നടത്തിയത് മുതൽ തുടർന്ന് അഖിലിൻ്റെ മാമോദീസായി, അതിനുശേഷം ഞാൻ ഈ ഇടവകയിൽ വികാരിയായി വരുന്നത് മുതൽ സൈറ്റിന് ശേഷം സൈറ്റിലേക്ക് പോകും. ഇവിടെ വെച്ച് അഖിലിൻ്റെ ആദ്യ കുർബാന സ്വീകരണവും ഞാനിവിടെ ആയിരിക്കുമ്പോൾ അഖിലിൻ്റെ കൂടെ ശുശ്രൂഷയായിട്ട് ഇവിടെ വിവാഹ ജീവിതവും ഏറെ സന്തോഷവും ഐശ്വര്യവും നന്മയും ദൈവാനുഗ്രഹം നിറഞ്ഞതാകട്ടെ. ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക, അപ്പോൾ ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നുള്ള വചനമാണ് എനിക്ക് മക്കൾക്ക് നൽകാനുള്ളത്. Lord,
ചക്രവർത്തിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികാര കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യയുടെ ധർമ്മത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരി വഴിയാകും. നിന്റെ മക്കളുടെ ശുചിത്വം സൈത്തനുകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥാ എന്നേക്കും. ആമേൻ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായി ജീവിക്കുവിൻ. വചനമനുസരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാഗ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയും ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ വിശ്വസിക്കായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. കാനായിൽ
കാനായിലെ വിവാഹമായിരുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളവന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ ആയിരിക്കുക. കാരണം എൻ്റെ അനിയനാണ്. അപ്പോൾ ഒരനിയൻ്റെ വിവാഹം വിവാഹ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ആശീർവദിക്കാൻ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള അവസരം ദൈവം നൽകിയതിന് നന്ദി പറയുന്നു. ഒപ്പം സന്തോഷത്തോടെ ഹൃദയത്തോടെ അറിയുകയും ചെയ്യാം. എല്ലാവരെയും കാണാൻ വർത്തനമായ കുടുംബക്കാരെ കാണാനുള്ള അവസരം വേണം. എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ട വളരെ പ്രത്യേകമാണ്. അങ്ങനെ സന്ദർഭം ധാരാളമായി അനുഗ്രഹിക്കുന്നത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏകദേശം 7 തൊട്ട് 10 മിനിറ്റിനുള്ളിൽ സന്ദേശം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഒരു നിയമം, ഉള്ളിലുള്ള എൻ്റെ ആഗ്രഹം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അറിയില്ല, എൻ്റെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ചിലപ്പോൾ ഇച്ചിരി വാസന കഴിക്കാം, ഒന്ന് വിസർജനം ചെയ്യേണ്ടത്, വിസർജനം ചെയ്യേണ്ടത്. എത്ര പേര് മലയാളം സിനിമകൾ കാണാറുണ്ട്? മലയാളം സിനിമകൾ കാണാറുണ്ട്. ഈ കാലഘട്ടത്തിൽ കാണാൻ ചില മലയാള സിനിമകൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമകളാണെന്ന് ചിലതൊക്കെ എല്ലാവരും വളരെ ചിലത്. 1-2 ഉദാഹരണം. ജയ 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 എല്ലാവരും ചെറിയ ഭാഗങ്ങളാണ് എന്ന് പറയും. അതുപോലെ തന്നെ കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമ. പിന്നെ ഹോം എന്ന് പറയുന്ന മറ്റൊരു സിനിമ. ചില സിനിമകൾ കുടുംബജീവിതത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകാൻ വേണ്ടി പരിശ്രമിക്കണം. ഏതെങ്കിലും ചില ഭാഗങ്ങളൊക്കെ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞാൻ ഇതിന് വേണ്ടി വലിയ കണ്ടിട്ടുണ്ട്. ഭാഗങ്ങളൊക്കെ ഞാൻ പിടിച്ചെടുത്തതാണ്. നമുക്കറിയാം, സഭയിൽ 7 കൂടാശകളുണ്ട്. അതിലൊരു കൂടാശയാണ് വിവാഹ കൂടാശ. അച്ഛൻ പറഞ്ഞു അപ്പോൾ മാമോദീസ, സ്തേനലേപനം, കുർബാന, കുമ്പസാരം, മാമോദീസ, കല്യാണം, വിവാഹം. നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് ദിവസാനത്തിൽ അനുഭവിച്ചു
പ്രാർത്ഥന ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആദിയിൽ പുരുഷന്റെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ പാപിയും ബലഹീനനുമായ അങ്ങയുടെ ദാസനെ അങ്ങ് ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം എന്നിൽ സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രിയമുള്ളവരെ, വിവാഹ കൂദാശയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ദമ്പതികളാകാൻ പോകുന്നവരെ പരസ്പരം സമ്മതം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ അർത്ഥം നമുക്കറിയാം. ഇവിടെ അതിൽ തന്നെ പൂർണ്ണമായി സാന്ദ്രയ്ക്കും സാന്ദ്ര തന്നെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായി അഖിലിനും സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ സമർപ്പണം ദൈവം സ്വീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ജീവിതാവസാനം വരെ നിലനിർത്തുകയും ചെയ്യാനുള്ള കൃപ ലഭിക്കുവാൻ ഒരിക്കൽ കൂടി മനസ്സോട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഇടയാണ്. അഖിൽ എന്ന് വിളിക്കപ്പെടുന്ന കുര്യാക്കോസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സാന്ദ്ര എന്ന് വിളിക്കപ്പെടുന്ന മേരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കും. സാന്ദ്ര എന്ന് വിളിക്കപ്പെടുന്ന മേരി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഖിലെന്ന് വിളിക്കപ്പെടുന്ന കുര്യാക്കോസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കും. സാക്ഷികൾ, നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിയിലെ സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി ഇപ്പോൾ പരസ്പരം വലതുകരങ്ങൾ ചേർക്കും.
അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി അങ്ങ് ആശീർവദിക്കുകയാണ്. ഐക്യത്തിന് പ്രതീകമായ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, പിതാമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിന് അനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി അങ്ങ് ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കുകയാണ്. നിർമ്മളവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് ഈ വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് തന്നെ നിങ്ങൾക്ക് തുണയും സഹായവുമായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ.
ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സകല സൃഷ്ടികളുടെ ആധാരവും ഞങ്ങൾ അങ്ങേക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. നിങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കൂ. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും കരമൊന്നു കൂപ്പി ഞാൻ നിന്നു, അപ്പമായി യേശു എൻ ചാരെ വന്നു. കരമൊന്നു കൂപ്പി ഞാൻ നിന്നു, അപ്പമായി യേശു എൻ ചാരെ വന്നു. എന്നെ നീ ഇത്രയും സ്നേഹിക്കയോ, സ്വന്തമാക്കാനായി സ്നേഹിക്കയോ. ഓ യേശുനാഥാ, ഓ എന്റെ ജീവനാഥാ, ഓ യേശുനാഥാ, ഓ എന്റെ ജീവനാഥാ. മാനസേ വന്നു വസിക്കാൻ ഈശോ മിശിഹ തിരുവോസ്തിയിൽ. ഇന്നെന്റെ മാനസേ വന്നു വസിക്കാൻ ഈശോ മിശിഹ തിരുവോസ്തിയിൽ. ജീവിതയാത്രയിൽ സ്നേഹാർദ്രനായി തിരുഭോജ്യമായി ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ.
അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ ഇവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ബ്രാഹ്മയെ സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായേ, ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നായകനായ മാർ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണമാക്കട്ടെ. സകല വിസ്തരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യനെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചില കാരണവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹ ഗുണാശയായി നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ സിദ്ധരാകട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശ്രയ പ്രതീക്ഷകളും അവിടുന്ന് സഫലമണിയുകയും ചെയ്യട്ടെ. ആവശ്യക്കാരെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവരയിൽ അവിടുത്തെ സ്തുതി ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എല്ലാവിധ ആശംസകളും നൽകുകയാണ്. ദൈവങ്ങളെ സ്നേഹമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടി അനുമാനമാണ് അനുഗ്രഹിക്കുന്നത്. വിശുദ്ധി അത് ശിവത്തിന്റെ സോഴ്സാണ്, ആത്മാവിന്റെ ഭക്ഷണമാണ്. You will find a lot of excuses. ഇത് ഒഴിവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ടാവും. ജോലി തിരക്ക്, ക്ഷീണം, മറ്റുള്ള പ്രശ്നങ്ങൾ. പക്ഷേ if you really need, you will definitely find time for that. Yeah, to share something. You have to put these on first priority in your life. വിശുദ്ധ കുർബാന ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് അതൊരിക്കലും ഉണക്കം വരുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ആത്മാവുള്ള ഭക്ഷണമാണ്. അത് ഓട്ടോമാറ്റിക്കലി give you all the energy to continue in your life. God bless you. At 29 and I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons come one in a dozen. The other 11 give something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you.
lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life lessons come one in a dozen. The other 11 get something from nothing. Life changes just open the door. One thing's certain, I'll always be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours. Is this really happening? I can't believe it's true. I'm just as surprised as you. Just happened. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. My neighbors compete to see who can put up more blinding lights. The kids all wish away the month 'cause they want presents in sight. This year had me so mad, I've been bad, got coal that is sitting under my tree. I think that my Christmas has died. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not a Christmas song. When I was just a boy, Christmas brought so much joy. Couldn't wait for the presents and laughter. I couldn't sleep late at night, looking for Santa with lights. Those are the memories I still remember. Then I became a man, lost sight of who I am, but right in front of me was the answer. 'Cause on Christmas I feel joy, and I turn back to a boy. The answer is to stay young forever. This is not a Christmas. This is not a Christmas song. This is not a Christmas. This is not
something to say. I'm just so sick of hearing everyone complain. I know it's tough and I know there's pain, but hitting bottom is the only way to change. So I'll keep hustling, you keep struggling. Bitch, I'm humbling, keep mumbling. I'll keep doubling, you keep bluffing. You've got nothing, I'll keep hustling. I've seen a lot of people who don't know what work is. I've seen a lot of people who don't know what thirst is. I've had a taste of evil and tried to cure the sickness, but I just keep my head down and focus on the facts. I'm setting down gravel while you just follow the path. I'll lead them into battle while you're just too scared to act. I'll leave the knife right in my back. So I'll keep hustling, you keep
struggling, bitch, I'm humbling. Keep mumbling, I'll keep doubling. You keep bluffing, you've got nothing. I'll keep hustling. Gotta focus on yourself, on your faith, on your dreams, on your mind, on your health, yeah. You gotta work, never tell, keep your head down, find what you love and excel, yeah. Push and pull and repel any hate, go create what you want, feel compelled, yeah. And once you finally get a taste of the race, you'll never look back once you felt that. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first. About others way before myself, yeah. I guess that's why I feel like I go through hell, damn. Wasting time on your dreams instead of mine, yeah. About to turn this franchise around on a dime, man. It's all about finding your right state of mind. It's all about turning the worst into fine. It's all about time and the work and the climb. From the thirst we will rise, I'm immersed in this life. Don't let somebody take your time and your worth, just focus on yourself first. Don't let somebody take your time and your worth, just focus on yourself first.